ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു മുംബൈ കുട്ടികൾസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഗുരുവായൂരാണ് കേട്ടോ പോണം. അതിൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് മുമ്പിൽ വരും. ഇതെൻ്റെ ഡ്രസ്സ്, ആ ഡ്രസ്സല്ല ഞാൻ അതിലിട്ടിരിക്കണം. എന്തിനാ പറഞ്ഞാൽ ഇത് ഞാൻ സെക്കൻഡ് ഡേ ഷൂട്ട് ചെയ്യണത്. ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നു, രാത്രിയായി. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തില്ല, ഞാൻ ഉറങ്ങി. സോ കാണിൻ വ്ളോഗ്. സോ ഹായ്. സോ ഞങ്ങളിപ്പോൾ ഇനി പോവാണ്. ഇപ്പോൾ 6 മണിയാവണു. ഇതാ പുറപ്പെട്ടു. ഇനി ഞങ്ങൾ പോവുക. എവിടേക്കാണ് പോകണമെന്നുള്ള കാര്യം ഞാൻ വഴിയിൽ പറയാം. ഇപ്പോൾ ഇതാണ് ഞാൻ ഇന്നിട്ട ഡ്രസ്സ്. എങ്ങനെയുണ്ട് പറയൂ കമൻറ്റ് സെക്ഷനിൽ. സോ യാ, നമ്മൾ കാണാം. ഗായ്സ്, ഞങ്ങളിപ്പോൾ പെട്രോൾ പമ്പിലാട്ടോ നിൽക്കണത്. പഞ്ചറായി വണ്ടി. അപ്പോൾ ഇനി അത് ഫിക്സ് ചെയ്തിട്ടാണ് ആകെ ഇത് തുടങ്ങാൻ. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു, ഞാൻ എവിടേക്കാണ് പോണത്. സോ ഞാൻ പോണത് ഗുരുവായൂരാണ്. സോ അവിടുത്തെ വിശേഷങ്ങളായിട്ട് കാണാം. സോ ഹായ് ഗായ്സ്, ഞങ്ങളിപ്പോൾ ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് ഗൂരോസ് പറഞ്ഞിട്ട്, പിന്നെ പൊങ്കൽ പറഞ്ഞിട്ട്, കപ്പ, ഇത് പൂരി ഭാജി പറഞ്ഞു, പൂരി സബ്ജി പറഞ്ഞു. ഞാനിപ്പോൾ വണ്ടിയിലിരുന്നു. പിന്നെയും ഞങ്ങളുടെ കഴിച്ചൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇനി റൈഡ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അവിടെ എത്തിയിട്ട് ഞാൻ അവിടുത്തെ എല്ലാ കാര്യങ്ങളായിട്ട് വരാം. ഇപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇനി ഗുരുവായൂരിലേക്ക് പോവാം. ഇനി അവിടുത്തെ വ്ളോഗ് ഞാൻ എടുക്കാൻ പറ്റില്ല കേട്ടോ. അറിയാമല്ലോ, ഗുരുവായൂരിൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. സോ ഞാനിനി എൻ്റെ ദർശനം കഴിഞ്ഞിട്ട് നിങ്ങളെ കാണാം. പ്രകാരം ക്ഷേത്രത്തിന്റെ നടപ്പുരകളിൽ നമ്മളിവിടുന്നാണ് കേട്ടോ ഒരു ഫോട്ടോ ഫ്രെയിം മേടിച്ചത്. ക്യൂട്ട് കൃഷ്ണൻ്റെ ഫോട്ടോ ഫ്രെയിം മേടിച്ചത് ഈ അപ്പൂപ്പൻ്റെ കടയിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. ഗുരുവായൂരിൻ്റെ ഉള്ളിലേക്ക് വരുന്നല്ലേ. ഗുരുവായൂരിൽ നിന്ന് നമ്മൾ പുറത്ത് കടന്നുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു കവാടം മാതിരി ഇല്ല, അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. അവരുടെ ഉള്ളിലേക്കായിട്ട് കേട്ടോ ഈ ഷോപ്പുള്ളത്. ഇവിടെ പലതരം ക്യൂട്ട് കൃഷ്ണന്മാരുടെ ഫോട്ടോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യും. ഇവിടെ കുട്ടികളുടെ അരങ്ങേറ്റം നടക്കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ഗീലാമിൻ്റെ ലൈനിലാണ് കേട്ടോ പോയത്. അപ്പോൾ അരമണിക്കൂറിൽ എനിക്ക് ദർശനം കിട്ടി. പിന്നെ എനിക്കൊരു തുലാഭാരം ഉണ്ടായിരുന്നു, അതും നടത്തി കേട്ടോ. അത്ര തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ പ്രാർത്ഥിച്ച് കഴിഞ്ഞു. ഞാൻ പുറത്തേക്ക് വന്നു, ഉറക്കോണൊക്കെ എടുത്തു. സോ നല്ലതായി പ്രാർത്ഥിച്ചു. ഞാൻ പറയട്ടെ, ഇന്ന് കൃഷ്ണൻ എന്നിട്ട് വരും ഇങ്ങനെ സാധയായിട്ട് നിൽക്കണം. കൃഷ്ണൻ മുണ്ട് കൊടുത്തിട്ട് യെല്ലോ കളറിൻ്റെ, അതായിരുന്നു ഇന്നത്തെ കൃഷ്ണൻ്റെ രൂപം. സോ നല്ലതായിരുന്നു. എൻ്റെ പ്രാർത്ഥിച്ചു. നല്ലതായിട്ട് വഴിപാടൊക്കെ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. ഇത് ചെയ്യാനുണ്ടായിരുന്നു, ലാഭാരം ഉണ്ടായിരുന്നു, എനിക്ക് അത് ചെയ്തു. സോ അത്ര തന്നെ നല്ലതായി ചെയ്തു വന്നു എല്ലാ കാര്യങ്ങളും. സോ അത്ര തന്നെ. ഇപ്പം ഞാൻ ഗണപതിയുടെ അമ്പലമില്ലേ ഇവിടെ, അതിൽ പോയി. സോ ഇപ്പം അമ്പലത്തിന് ഇറങ്ങി ഗണപതിയുടെ അവിടെയൊക്കെ പോയി വന്നു. സോ ഇനി ഞങ്ങൾ പോവാണ് ഇവിടെ മമ്മിയൂർ തുറന്നിട്ടാക്കിയോന്ന് അറിയില്ല, എന്നാലും നോക്കാം. തുറന്നിട്ടാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറൊരു അമ്പലത്തും പോകാനുണ്ട്, അവിടെ പോകും. സോ സ്റ്റേ ട്യൂൺ. ലക്കിലി ഞങ്ങൾക്ക് മമ്മിയൂരും കിട്ടിയിട്ടോ ഗൈസ്. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റി, പ്രാർത്ഥിച്ച് കഴിഞ്ഞു. അപ്പോൾ കുറച്ച് വഴിപാട് നേടാനുള്ളതിനൊക്കെ ഞങ്ങളിപ്പോൾ കോട്ടമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആനയെ കാണാൻ കോട്ടയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ആനകളെ കാണാൻ. സോ കാണിക്കാം. സോ ഞങ്ങൾ നടക്കാൻ തുടങ്ങി ആനയുടെ കോട്ടത്തിലേക്ക്. സോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോണത്. നിങ്ങൾ പോയിട്ടുണ്ടോ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യൂ. ഞാൻ ആദ്യമായിട്ടാണ് പോണത്. സോ ഞാനെൻ്റെ എക്സ്പീരിയൻസ് പറയാം. ഞാൻ ആനകളെയും നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ വന്നു. മമ്മിയൂരിലും പോയിട്ടായിരുന്നു.
ആ മമ്മിയൂർ പോയത് പറഞ്ഞു. ഇവിടെ ആന കുളിക്കണ സ്ഥലമാണ് കേട്ടാ. ബട്ട് ഇവിടെ ഇപ്പം ഒന്നും ആരും കുളിക്കണില്ല. സോ യാത്ര തന്നെ ഇപ്പം നോക്കാൻ ഈ ആനകളെ കാണാൻ കിട്ടുന്നുണ്ടോ. വലിയ സ്ഥലമാണ്, കാണാൻ കിട്ടിയാ പറയാൻ കാണിക്കാൻ നിങ്ങൾക്ക്. ആന നിമിഷാനയുടെ അടുത്താ നോക്കി കഴിക്കണത്. ഇത് കളിക്കുക, സ്വന്തത്തിന് തന്നെ അടിക്കുക, പിന്നെ കുറച്ച് കഴിക്കുക. അവിടെയും ഒന്ന് നിൽക്കുന്നുണ്ട്. ഹായ് പറയാണ് ഇപ്പം കണ്ട സ്ഥലമുണ്ടല്ലോ, അവിടെയാണ് ആനകളെ വെക്കുക. പുതിയതായിട്ട് കൊണ്ടുപോകുമ്പോൾ അതും ഷാദിയൊക്കെ ഉണ്ടാവില്ല ആനകൾക്ക്. അപ്പോൾ അവിടെയാണ് വെക്കുക. കുറച്ച് സമാധാന ശേഷം ഇങ്ങടിക്കുക, മീൻസ് നോർമൽ സ്ഥലത്തേക്ക് ആൾക്കാർക്കൊക്കെ വെക്കുക. അത് എൻ്റെ ഒരു അറിവാണ്. തെറ്റാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എനിക്ക് ശരിയായിട്ടുള്ള എക്സ്പ്ലനേഷൻ പ്ലീസ് പറഞ്ഞു തരിക. സോ ഇപ്പോൾ കണ്ടില്ലേ, 2 ആനകൾ അതുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ വേറെ ആനയുടെ അടുത്ത് പോവാം. അവിടെ ഒരു ആനയെ കണ്ട് ആനയുടെ അടുത്ത് പോവാം. അവിടെയും ഉണ്ട്, ഇതാ അവിടെയും ഉണ്ട്. മണ്ണ് വാരിയിടണു. ഇപ്പൊ ഈ ആനക്കുട്ടിയെ കണ്ടുവോ, ഇത് സ്വന്തത്തിന്റെ മേലെ മണ്ണ് വാരിയിടുകയാണ്. ആന ഇടണില്ലടി അത് ഇതിൻ്റെ മേലെ. സോ ഇതാ 4ാമത്തെ 5ാമത്തെ ആനയാണ് ഞാൻ കാണിക്കുന്നത്. അത് അവിടെ ഒന്ന് നിൽക്കുന്നുണ്ട്, ബടിയൊരാൾ നിൽക്കുന്നുണ്ട്. അതാ നിമിഷയുടെ തലയുടെ അവിടെ ആയിട്ട് ആനകളുണ്ട് ഗൈസ്. ഇപ്പോൾ കണ്ടു ഒരു ആന കണ്ടില്ലേ, അത് അതിൻ്റെ മേലെ തന്നെ മണ്ണ് വാരിയിടുക. ഐ ഗൈസ് ഞാനും നിമിഷയും ഗസ് ചെയ്യണമെങ്കിൽ അതിന് അവരുടെ മേല് നല്ലോണം ചൂടല്ലേ, അപ്പോൾ അതുകൊണ്ട് തണുപ്പ് തോന്നാൻ മണ്ണ് തണുപ്പായിക്കില്ലേ, അപ്പോൾ അതുകൊണ്ട് അതുകൾ അതിൻ്റെ തലയിലിടുക, അപ്പോൾ അതുകൾക്ക് തണുപ്പ് തോന്നാൻ. സോ ആനയെ കണ്ടു ഗൈസ്. ഈ ആന ഒറ്റക്കൊമ്പനാണ്, അതിനൊരു കൊമ്പേ ഉണ്ടാവുള്ളൂ, അത് പണ്ണായിരിക്കും. സോ അതിനൊരു കൊമ്പേ ഉള്ളൂ, ഒരു കൊമ്പില്ല. ആന തലയാട്ട് കഴിഞ്ഞു കേട്ടോ. ഇങ്ങനെ തലയാട്ട് കഴിഞ്ഞു. ഇപ്പോൾ കണ്ട ആനയ്ക്ക് കൊമ്പയില്ല ഗൈസ്, 2 സൈഡും അതിന് കൊമ്പില്ല. സോ അതൊരു ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഇവർ പറയണത് അത് പണ്ണ ആനയാണ്. സോ ആനകളെ കണ്ടു ഗൈസ്, നിറയെ ആനകളുണ്ട് ഇവിടെ. വലിയ സ്ഥലമാണ് കേട്ടോ അവർക്ക് വണ്ടിയുള്ളത്, നല്ല വലിയ സ്ഥലം. പിന്നെ നിറയെ ആനകളിൽ പിന്നാലിയും ഉണ്ട്. കുറച്ച് കുറച്ചിങ്ങനെ എന്താ പറയുക, ജംഗൽ സൈഡിലാണ് കുറച്ച് ആനകൾ ഇരിക്കുന്നത്. കുറച്ച് ആനകൾ ഇങ്ങനെ ഇവിടെ കട്ടിയിട്ടിട്ടുണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട് കുറച്ച് ആനകൾ. അങ്ങനെ നിറയെ ആനകളുണ്ട് ഇവിടെ. സോ ആനയുണ്ട്, ബടി 2 ആൾക്കാർ നിൽക്കുന്നുണ്ട്. നന്ദിനി എന്നാണ് ആന. 68 വയസ്സായ ആനയാണ് കേട്ടോ. പിന്നെ ഇതിന് കുറേ പ്രാവശ്യം ഉത്സവത്തിലോട്ടൊക്കെ ജയിച്ചിട്ടുമുണ്ട് ആനയോട്ടത്തില് ഈ നന്ദിനി പറയുന്ന ആന. ഒരു കൊമ്പില്ലാത്ത ആനകളാണ് പെണ്ണാനകൾ. ചിലപ്പോൾ ഇത് മീൻസ് നോട്ട് സേഫ് ഫോർ നമ്മൾക്ക് സേഫ് ആയിരിക്കില്ല പറഞ്ഞിട്ടായിരിക്കും അവിടേക്ക് എൻട്രി ചെയ്യുക കേട്ടോ. ഞങ്ങളെ കഴിഞ്ഞു, ഞങ്ങൾ നിറയെ ആനകളെ കണ്ടു, എൻജോയ് ചെയ്തു, നല്ലതായിട്ടുണ്ട്, ക്യൂട്ടായിട്ടുണ്ട്. സോ നിങ്ങൾ ഗുരുവായൂർ വരുമ്പോൾ വിസിറ്റ് ചെയ്യാറുണ്ടോ എല്ലാം കമൻറ്റ് സെക്ഷനിൽ പറയൂ. ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ വിസിറ്റ് ചെയ്ത്, എനിക്ക് ഇഷ്ടപ്പെട്ടു, നിറയെ ആനകളെ കാണാൻ പറ്റി. നിങ്ങൾ ഇത്രയൊക്കെ ആനകളെ സാത്തിൽ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ എനിക്ക് കമൻറ്റ് സെക്ഷനിൽ പറയൂ.
വണ്ടിയിലിരുന്നു. ഇനി ഞങ്ങൾ വേറൊരു അമ്പലത്തിൽ ഇതിന്റെ ബീച്ചിൽ ഞങ്ങൾ ഒരു ലഞ്ച് ബ്രേക്ക് എടുക്കും. സോ യാ കഴിക്കാൻ. ഹോട്ടലിലെ പേര് കോമള ഹോട്ടൽ വന്നിരുന്നു. ഇത് കുറച്ച് ബേക്കറിയാണ്, ഹോട്ടലുമാണ്. കഴിക്കാൻ ഞങ്ങളൊരു മഷ്റൂമും ഒരു പനീരുമാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ഒരു ചപ്പാത്തി. എനിക്ക് ഞങ്ങൾ വെജ് കഴിക്കാൻ പറ്റില്ല, അമ്പലത്തിൽ പോകാനില്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. കഴിച്ചൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ പിന്നെയും പോവാണ് വണ്ടിയിൽ യാത്ര തുടങ്ങാൻ. വേണ്ടെന്ന് പറയാമല്ലോ. അപ്പം അത് പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടി ഇപ്പം നിർത്തിയിരിക്കുകയാണ്. ഇതാ ഞങ്ങളന്ന് സ്റ്റെപ്പിനി വെച്ചു. അതപ്പോൾ അപ്പം സ്റ്റെപ്പിനി വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റെപ്പിനി ഇപ്പം ഇനി എന്ത് സ്റ്റെപ്പിനിയാണ് ആ സ്റ്റെപ്പിനിയിൽ കാറ്റ് നിറയ്ക്കുകയാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? സോ അതാ ചെയ്യാൻ നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ എവിടേക്കാ പോകണമെന്ന് കാണിക്കാം. തിരുമന്താംകുന്ന് വന്നിരിക്കുകയാണ്. ഇനി തിരുമന്താംകുന്നിലേക്ക് പ്രാർത്ഥിക്കാൻ പോവാണ്. ഇപ്പം അമ്പലം തുറന്നിട്ട് പ്രാർത്ഥിക്കാൻ പോവാണ്. സോ ഹായ് ഗൈസ്, ഞാൻ തിരുമന്താംകുന്നിന് ഇറങ്ങി. ഇനി പപ്പട ക്ഷേത്രത്തിലേക്ക് പോവാണ്. പപ്പട കുടുംബ വീടിന്റെ ക്ഷേത്രം ഉണ്ടാവില്ലേ, അവിടേക്ക് പോവാണ്. സോ അതിന്റെ വിശേഷങ്ങളായിട്ട് കാണാം.
സോ ഇത് ചുറ്റുവിളക്കിൻ്റെ പ്രസാദം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് കഴിക്കുന്നു. സോ എനിക്ക് കോപ്പിറൈറ്റ് വരും പറഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ വോയിസ് മാറ്റി അവിടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവർ. സോ ഞാനിതിൽ പറയണത് ഞങ്ങൾ പാരാമൗണ്ട് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് വന്ന് അവിടെ എന്താ കഴിക്കാൻ പോണെന്ന് കാണിക്കാൻ. അത് ഞങ്ങളുടെ അമ്പലമായിരുന്നു. സോ ഞങ്ങളുടെ വക കഴിഞ്ഞിട്ട് ചുറ്റുവിളക്ക്. അപ്പോൾ ചുറ്റുവിളക്ക് നടത്തിയതാണ് ഞാൻ കാണിച്ചത് മുമ്പിലത്തെ വീഡിയോയിൽ. സോ നല്ലതായി നടന്നു, നല്ലതായി പ്രാർത്ഥിച്ചു. സോ അത്ര തന്നെ നല്ലതായി ചെയ്തു ഞങ്ങളെല്ലാ കാര്യങ്ങളും. സോ അത്ര തന്നെ ഉള്ളൂ പറയാൻ. പിന്നെ എന്താ, പിന്നെ ഞങ്ങൾ കഴിക്കാനിരുന്നു. കഴിക്കാൻ എന്താണ് എനിക്ക് നോക്കാം.
ഇതിൽ ഞാൻ റെസ്റ്റോറൻറ്റിൻ്റെ പേരൊക്കെയാണ് കേട്ടോ പറയുന്നത്. പാരാമൗണ്ട് റെസ്റ്റോറൻറ്റ്, വാണിയംകുളത്തിലാണ്. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു, സർവീസും നല്ലതായിരുന്നു, ആംബിയൻസും നല്ലതായിരുന്നു, ഫുഡും എല്ലാത്തിൻ്റെയും പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ല. സോ ഇഫ് നിങ്ങൾ അവിടെ പോകണമെങ്കിൽ ഡു വിസിറ്റ്, നല്ല സ്ഥലമാണ്. സോ അത്ര തന്നെ നല്ലതായിരുന്നു. പിന്നെ നിങ്ങൾ പോയിട്ടുണ്ടോ? കമൻറ്റ് സെക്ഷനിൽ എനിക്ക് കമൻറ്റ് ചെയ്ത് പറയൂ. എന്താ പറയുക, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ അങ്ങനെയുള്ള ഒരു സിറ്റിംഗ് ഏരിയ മതി, ഒരു ചിൽ സോൺ ടൈപ്സും ഉണ്ട്. സോ അതൊരു നല്ലതായിരുന്നു. എനിക്ക് ഓവറോൾ എക്സ്പീരിയൻസ് എൻ്റെ ബെസ്റ്റ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഇനി ഞാൻ വണ്ടിയിൽ പോയിരിക്കാല്ലേ, ഞാൻ ഇവർ വിട്ടെടുക്കും. ബൈ. So don't forget to like, subscribe, comment, share this video. That's it. Mumbai Kuttigal signing off.